അല്ല, തലചുറ്റി വീണപ്പോ എന്നെ സഹായിച്ചല്ലോ. അതിന് ഞാനൊരു നന്ദി പറഞ്ഞില്ല. നന്ദി അറിയിക്കാൻ വേണ്ടി വന്നതാ. ഏയ്, നന്ദി പറയുന്നോ? എന്തിനാ വന്ദന നന്ദി പറയുന്നത്? ഇതൊക്കെ ഏതൊരു മനുഷ്യന്റെയും കടമയല്ലേ. അതുമല്ല, വന്ദന ശ്യാമയുടെ ടീച്ചറാ. നമ്മൾ ഒരേ കോളേജിൽ പഠിച്ചതാ. ഒക്കെ ശരി തന്നെ. പക്ഷേ ഇപ്പൊ എന്റെ കണ്ണിലും വന്ദന ഒരു ടീച്ചറാ. എന്നാലും എന്നെ പഠിക്കാൻ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുക. എന്താ പറയുന്നത് കേൾക്കാനും പറ്റുന്നില്ലല്ലോ. ഞാനിപ്പോ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചു തന്നെ. വന്ദന പഠിപ്പിക്കുന്നത് ശ്യാമയ്ക്ക് നല്ല രീതിയിൽ മനസ്സിലാവാൻ വേണ്ടിട്ടാ. ശ്യാമ ജയിച്ചു വരാൻ വേണ്ടിട്ടാ. അഖിൽ സാറും എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. കോളേജ് കാര്യങ്ങളായിരിക്കും. എന്റെ ടീച്ചറാണെങ്കിലും അതൊരു അന്യ സ്ത്രീയല്ലേ. റൂമി വന്നാ ഇറങ്ങി പോവാൻ പറഞ്ഞുകൂടായിരുന്നോ? ഞാനിപ്പോ വന്ദനയോട് മുറിയിൽ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഇനി ഒരു സാഹചര്യത്തിലും ലോകത്തെ എത്ര സുന്ദരിമാര് വന്നാലും എന്റെ മനസ്സ് പതറില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാ. ശ്യാമയെ പോലൊരു ഭാര്യയെ ഒരിക്കലും വഞ്ചിക്കില്ലെന്ന് ശപഥം ചെയ്തിട്ടുള്ളതുകൊണ്ടാ. പറഞ്ഞിട്ടും സാറിന് മതിയാവുന്നില്ല. പഴയ കൂട്ടുകാരല്ലേ, പറയട്ടെ. സാറെന്നെ ചതിക്കോ? ഏയ്, അതില്ല. പക്ഷെ പഴയ കൂട്ടുകാരികളാകുമ്പോൾ ഒരു രസം തോന്നുമായിരിക്കും. ഞാനാരാ? ഒരു പാവം ശ്യാമ. കാണാൻ ഭംഗിയുമില്ല, നിറവുമില്ല. എന്തായാലും അഖിലിന് ഭാര്യയോടുള്ള സ്നേഹം സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ സ്നേഹം ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് എന്തിനാ? സ്നേഹം എന്ന വികാരം എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ? പലർക്കും പല കാഴ്ചപ്പാടല്ലേ. എന്റെ കാഴ്ചപ്പാട് എങ്ങനെയാ? എന്റെ സ്നേഹം എന്റെ ഭാര്യയ്ക്ക് മാത്രം. ഞാൻ കെട്ടിയ താലിയെ ശ്യാമ എന്തുമാത്രം ബഹുമാനിക്കുന്നോ അതിന്റെ 100 ഇരട്ടി ബഹുമാനം എനിക്ക് തിരിച്ച് ശ്യാമയോടുണ്ട്. ഒന്ന് നിർത്തോ? ടീച്ചർ എന്നെ പഠിപ്പിച്ചോട്ടെ. ശ്യാമ പുറത്തു നിന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അഖിൽ എന്താ പറയുന്നതെന്ന് അവൾ കേൾക്കാതിരുന്നാ മതിയായിരുന്നു. ഹലോ, എന്താ ശ്യാമേ ഇവിടെ വന്നു ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ലെന്നേ. ആഹാ, ഇത് അവളല്ലേ, ആ വന്ദന, നിന്റെ ടീച്ചർ. ഇവളെന്താ അഖിയുടെ കൂടെ നിങ്ങളുടെ ബെഡ്റൂമില്? ഒന്നുമില്ല. എന്റെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വന്നതാ. ആ ക്ലാസ് എടുപ്പ് അത്ര ശരിയായ ക്ലാസ് എടുപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമൃതയെടുത്തിക്കും കൊറേയൊക്കെ അറിയാം. ചോദിച്ചാ മതി, പറഞ്ഞു തരുമെന്നേ. കൊറേ കാര്യങ്ങള് അമൃതയെടുത്തിയും കണ്ടിട്ടുണ്ട്. കൊറേ നേരത്തെ നടന്ന സിനിമാ രീതിയിലുള്ള ചില സംഭവങ്ങള്. എന്ത് സംഭവങ്ങളാ? ഏയ്, ഒന്നുമില്ല. ഞാനിതെന്തിനാ പറയണേ? വേണ്ട, നിന്റെ അമൃതയെടുത്ത് തന്നെ പറയും. ആ അല്ല, ചിലപ്പോ അമൃതയെടുത്ത് പറഞ്ഞെന്ന് വരില്ല. കാരണം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്നേ ഏട്ടത്തിക്കും അറിയാം. എടുത്തി എന്താ സംഭവിച്ചെന്ന് പറ. അല്പം മറച്ചു വെച്ച് പറയണോ അതോ നടന്നത് അതുപോലെ അങ്ങ് പച്ചയ്ക്ക് പറയണോ?
അതുപോലെ തന്നെ പറഞ്ഞാൽ മതി. അഖിയും വന്ദനയും കൂടി അവിടെ താഴെ അവളുടെ മുറിയിലെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അഖി വന്ദനയുടെ കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ തഴുകി തഴുകി ചെയ്യുന്നവർക്കോ നാണോ ഇല്ല. പറയുന്ന എനിക്കെങ്കിലും നാണം വേണ്ടേ? അല്ല, നീ അമൃത എടുത്തോട് ചോദിച്ചാ മതി, എല്ലാം പറഞ്ഞു തരും. നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങനായിരുന്നെങ്കിലും ഉണ്ടല്ലോ, അവളുടെ വായിലെ 32 പല്ലും താഴെ കിടക്കുമായിരുന്നു. നീ ഇങ്ങനെ ഭക്തിയും പൂജയൊക്കെ ആയിട്ട് അങ്ങ് നടന്നു. ഹലോ ഐശ്വര്യ, അവിടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? ഇവിടത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്ദന കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം പക്കയാ. അവള് ആദ്യ റൗണ്ടിൽ ജയിച്ചു, പക്ഷേ 2ാം റൗണ്ട് നിർണായകമാണ്. അത് ഞാൻ നേടും. ശ്യാമയുടെ മനസ്സിപ്പോ പഠിത്തത്തിലല്ല, വന്ദനയിലാ കുടുങ്ങിക്കിടക്കുന്നത്. വന്ദന എന്ത് ചെയ്യുന്നു, വന്ദന അഖിയുമായിട്ട് മിണ്ടുന്നുണ്ടോ, വന്ദന ഉറങ്ങുന്നോ, വന്ദന ഉണരുന്നോ, അതൊക്കെ ഉള്ളൂ ഇപ്പോ. പഠിത്തം ഗോവിന്ദ. ഓക്കെ ഐശ്വര്യ, ദേ ഇതിന് പിന്നിലെ എന്റെ ലക്ഷ്യങ്ങൾ നിനക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. വർമ്മയുടെ കമ്പനിയുടെ മുകളിൽ എന്റെ കമ്പനി വരണം. അതറിയാം, പക്ഷേ അതിന് ഞാൻ വെച്ചിട്ടുള്ള വ്യവസ്ഥകള് അങ്കിളിനും അറിയാലോ. അങ്കിളിന്റെ കമ്പനി ഞങ്ങളുടെ കമ്പനിയിൽ ലയിപ്പിക്കണം. പിന്നെ നമ്മൾ 2 പേരും അതിന്റെ മ്യൂച്വൽ ഹെഡുകളാകും. തീരുമാനിച്ച വ്യവസ്ഥകളിൽ നിന്നും ജഗന്നാഥൻ ഒരിക്കലും പിന്നിലേക്ക് പോവില്ല. ഐശ്വര്യയും പോവില്ല. നമുക്ക് 2 വെല്ലുവിളികളെ നേരിടേണ്ടത്, ശ്യാമയും അമൃതയും. 2നെയും ഒതുക്കിയ നമ്മൾ ജയിച്ചു. അമൃതയെ അശ്വതിയിൽ കൂടി തന്നെ നമുക്ക് ഒതുക്കാം. അശ്വതിയുടെ കാര്യങ്ങള് കൃത്യമായിട്ട് എനിക്ക് ഉടനെ കിട്ടും. ഞാനും മായയും അതിന്റെ പിന്നിൽ തന്നെയാ. അപ്പൊ ഓക്കെ ഐശ്വര്യ, കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ അങ്കിൾ, നമ്മള് നേടും, നമ്മൾ ജയിക്കും, നമ്മള് ഭരിക്കും. ഞാൻ വിളിക്കാം അങ്കിള്. ആരോടാ നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും എന്നൊക്കെ വീമ്പടിക്കുന്ന കേട്ടല്ലോ. അരുൺ, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. പണ്ടത്തെ കാരണവന്മാരുടെ സ്വഭാവം എടുക്കരുത്. കാലം മാറിയതൊന്നും അരുൺ അറിഞ്ഞില്ലേ? ഓരോരുത്തർക്കും പല ഫ്രണ്ട്സും ഉണ്ടാവും, പലരെയും ഫോണും ചെയ്യും, പല കാര്യങ്ങളും സംസാരിക്കും. അവിടെയൊക്കെ ലെൻസും പിടിച്ച് പരിശോധിക്കാൻ വരരുത്. ഐശ്വര്യേ, ഞാനങ്ങനെ പണ്ടത്തെ കാരണവർ ടൈപ്പൊന്നുമല്ല. അതുമല്ല, പഴയ കാരണവന്മാർക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുമുണ്ട്. കാലം മാറിയത് നീ അറിയാത്തത്. നല്ല ഭാര്യയും ഭർത്താവും ഇക്കാലത്ത് അങ്ങനെ ഒന്നും മറച്ചു വെക്കില്ല. അവർക്കിടയിൽ ഒരു ഒളിവുമില്ല എൻ്റെ ഐശ്വര്യേ. ഇതാ എൻ്റെ ഫോൺ. ഇതിന്റെ പാസ്വേഡ് നിനക്കറിയാം. ഇതുപോലെ നിന്റെ ഫോണ് എന്റെ കൈ തരാനുള്ള ധൈര്യം നിനക്കുണ്ടോ? എന്റെ ഫോൺ എന്റെ ഭർത്താവിനല്ല, ദൈവം തമ്പുരാന് പോലും ഞാൻ കൊടുക്കില്ല. സ്വന്തം കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആവാനുള്ള മത്സരം നടക്കുക. എനിക്ക് വേണ്ടി ഒറ്റ വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അച്ഛാ, നമുക്ക് ഐശ്വര്യയെ വൈസ് ചെയർപേഴ്സൺ ആക്കാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഭർത്താവിന്റെ കടമകൾ ചെയ്യാൻ വയ്യ, ഫോൺ പരിശോധിക്കണം. എന്തിനും ഏതിനും എല്ലാവർക്കും ഉദാഹരണം പറയാൻ ഒരു ശ്യാമ. വലിഞ്ഞു കയറി വന്നവളൊന്നും അല്ല ഞാൻ. എന്നെ വിവാഹം കഴിക്കണമെന്ന് കരഞ്ഞു വിളിച്ച് പിറകെ നടന്നിട്ടുമില്ല.
അങ്ങോട്ട് വന്ന് പെണ്ണ് ചോദിച്ച് വിവാഹം കഴിച്ചതാ. എന്നിട്ടിപ്പോ ഞാൻ എന്ത് ചെയ്താലും കുറ്റം, എന്ത് പറഞ്ഞാലും കുറ്റം. എന്റെ ഐശ്വര്യയെ, നിന്നോട് ഇതിനൊക്കെ എന്ത് പറയാനാ? ഒന്നും പറയാനില്ല, അതുകൊണ്ടാ എന്ത് പറയാനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത്. എന്റെ മുഖത്ത് നോക്കി പറയണം. ഞങ്ങള് 3 പേരില് ആര് വൈസ് ചെയർപേഴ്സൺ ആകണമെന്നാ അരുണിന്റെ ആഗ്രഹം. അത് പറ. ഐശ്വര്യ, നീ വൈസ് ചെയർപേഴ്സൺ ആകണം. അത് തന്നെ എന്റെ ആഗ്രഹം. അത് വേറൊന്നും കൊണ്ടല്ല. ശ്യാമയോ അമൃതേട്ടത്തെയോ ആ പദവിയിലെത്തിയ നീ ഈ വീടിനെ വലിയൊരു നരകമാക്കും. ഛേ, തൃപ്തിയായില്ലേ? എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയെ കൊണ്ട് എത്തിച്ചപ്പോ തൃപ്തിയായില്ലേ? മടുത്തു. എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ടാ ടീച്ചർ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അഖിൽ സാറുമായിട്ട് സംസാരിച്ചു. മറ്റെന്തെങ്കിലും സാധാരണ പോലെ സംസാരിക്കായിരുന്നെങ്കിൽ ടീച്ചർ എന്നോട് പറയായിരുന്നില്ലേ? രണ്ടുപേരും എന്തോ ഒളിക്കുന്നുണ്ട്. പിന്നെ ഐശ്വര്യ അടുത്ത് പറഞ്ഞതൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. അതൊരു ഫേക്കാ. പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചപ്പോ തോന്നി സാർ അങ്ങനെയൊന്നും എന്നെ വഞ്ചിക്കില്ലാന്ന്. സാർ എന്നെ പറ്റിക്കില്ലായിരിക്കും അല്ലേ കൃഷ്ണ? ഒക്കെ ഞാൻ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ സാറിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? ഐശ്വര്യടുത്ത് എന്റെ മനസ്സിൽ ഓരോരോ സംശയം മനഃപൂർവ്വം കൊണ്ടിടുന്നതാണോ? വരട്ടെ, നോക്കല്ലേ കണ്ണ. നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്കൊരു സമാധാനം കിട്ടി. എനിക്കൊരു ധൈര്യം വന്നു. ചാഞ്ചാടിക്കൊണ്ടിരുന്ന എന്റെ മനസ്സിനൊരു ഉറപ്പ് വന്നതുപോലെ. ശരിയാ, ഒക്കെ എൻ്റെ ഒരു തോന്നല. പക്ഷെ നാളെ വീണ്ടും എന്റെ മനസ്സ് മാറുമോ? അത് നാളെയല്ലേ, അല്ലേ? ആ, ഇന്നത്തെ പഠിത്തം എങ്ങനെ ഉണ്ടായിരുന്നു? എടോ, ചോദിച്ച കേട്ടില്ലേ? വന്ദനയോട് ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതെന്തെങ്കിലും വന്ദന പറഞ്ഞോ? ഓഹോ, കൂട്ടുകാരോട് പറഞ്ഞതെല്ലാം ഞാനും കേൾക്കണം അല്ലേ? ശരി, ഞാൻ പറഞ്ഞ എന്താന്ന് ഞാൻ തന്നെ പറയാം. എനിക്ക് ഉറങ്ങണം. ശ്യാമേ, മാറ്. എന്താ മാറ്. ഇതെന്താ? എടി ശ്യാമേ, നീ എന്താ പറഞ്ഞത്? മത്സരത്തില് ജയിക്കുമെന്നോ? എന്നിട്ടിപ്പോ എന്തായി? ആരാ ജയിച്ചത്?
മാഡം അവിവേകം പൊറുക്കണം. ഞാൻ മാഡത്തിൻ്റെ ഒരു ദാസിയായിട്ട് ഇവിടെ കഴിഞ്ഞോളാം. മാഡം എന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കരുത്. എന്റെ കൈയൊന്ന് മസാജ് ചെയ്യ്. ചെയ്യാം മാഡം. മാഡത്തിന്റെ കൈകൾ മസാജ് ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ശരി, ഇനി എന്റെ കാലിൽ കിടക്കുന്ന എന്റെ പാദരക്ഷകൾ തുടച്ച് വൃത്തിയാക്ക്. മാഡം ചെരുപ്പ് തുടയ്ക്കാൻ. തുടയ്ക്കാം മാഡം. മാഡത്തിന്റെ ചെരുപ്പുകൾ തുടയ്ക്കാൻ പറ്റാന്നുള്ളത് എൻ്റെ മഹാഭാഗ്യ. അരുത് അരുത് ശ്യാമേ, ദയയില്ലാത്ത മേധാവിയുടെ പാദരക്ഷ നീ തുടയ്ക്കരുത്. ചെരുപ്പ് തുടയ്ക്കാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല അഖിൽ സർ. നീ എന്റെ ശ്യാമയെ കൊണ്ട് ചെരുപ്പ് തുടപ്പിക്കും അല്ലേ? ശ്യാമയും തല്ലും നിന്നെയും തല്ലും. ഐശ്വര്യ, ഐശ്വര്യ, ശ്യാമ എവിടെ? അഖി എവിടെ? ശ്യാമയോ? ദേ നട്ടപ്പാതിരേക്ക് സ്വപ്നം കാണുന്നതൊക്കെ കൊള്ളാം. ഇവിടെ ബാക്കിയുള്ളവർ നടന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ. പക്ഷേ ഞാൻ സുഖമായിട്ട് ഉറങ്ങാൻ പോകുന്നതേ ഈ മത്സരത്തിന് ശേഷോ. സ്വപ്നത്തിൽ കണ്ടതുപോലെ എല്ലാ സ്റ്റാഫിന്റെയും മുമ്പിൽ വെച്ച് അവളെ അപമാനിക്കുകയും ചെയ്യും. നിനക്ക് വട്ട, മുഴുത്ത വട്ട്. ആ, എനിക്ക് ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? ഞാൻ കിച്ചണിൽ വന്ന് എടുക്കുമായിരുന്നല്ലോ. അയ്യടാ, ഇത് നിനക്കല്ല, അഖിലിന്. അഖിലിന് ചായ ശ്യാമ കൊണ്ട് കൊടുക്കില്ലേ? ഇന്ന് മുതൽ അഖിലിന് ചായ നീ വേണം കൊണ്ടുകൊടുക്കാനായിട്ട്. നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അഖിലിന് നിന്നോടൊരു അടുപ്പവും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ, വന്നിട്ടുണ്ട്. ആ അടുപ്പം കൂടണം. ഇപ്പോ നിന്നെ അഖില് കാമുകിയുടെ സ്ഥാനത്താ കാണുന്നതെങ്കിലേ ഇനി മുതല് നിന്നെ ഭാര്യയുടെ സ്ഥാനത്ത് കാണണം. വന്ദനെ, ഭാര്യയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചിട്ട് ദിവസം ആരംഭിക്കാനാ ഒട്ടുമിക്ക കോന്തൻ ഭർത്താക്കന്മാരുടെയും ആഗ്രഹം. അതൊരു ഐശ്വര്യാണ് പോലും. അഖിയും അങ്ങനെ തന്നെയാ. ശ്യാമയുടെ കൈകൊണ്ട് കൊടുക്കുന്ന ചായയെ കുടിക്കൂ. ശ്യാമയ്ക്കും അതൊരു അവകാശം പോലെയാ. ശ്യാമയുടെ ആ അവകാശം ഇന്ന് മുതല് നിനക്കായിരിക്കും. ഇനി മുതല് നിന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിക്കാൻ അഖി കൊതിക്കണം. അവനെ കൊതിപ്പിക്കണം. അത് നിന്റെ മിടുക്കാണ്. വന്ദന, നീ ഒരു മിടുക്കിയല്ലേ? കാര്യങ്ങളൊക്കെ അറിയാലോ. രാവിലെ കുടിക്കുന്ന ചായ മുതലാ ഭാര്യയും ഭർത്താവും അടുത്തു തുടങ്ങുന്നത്. എന്തേ? എങ്കില് ചായ ഇന്നു മുതൽ എന്റെ കയ്യിൽ നിന്ന് അഖിൽ കുടിക്കാൻ പോകുന്നത്. ഐശ്വര്യ പറയുന്നത് പോലെ ഞാൻ കാമുകിയുടെ സ്ഥാനത്ത് നിന്ന് ഭാര്യയുടെ സ്ഥാനത്തേക്ക് പ്രമോഷൻ നേടുക. അഖിലിന്റെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് ഞാനിതാ ഒരു ചുവട് കൂടി